നമ്മുടെ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്തുള്ള മറ്റൊരു കലാകാരൻ്റെ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മുടെ സ്വന്തം പ്രേംകുമാർ ചേട്ടൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് പ്രേംകുമാർ ചേട്ടൻ. പ്രേംകുമാർ ചേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ വളരെ സജീവമായിട്ടുള്ള നടനാണ്. ഏകദേശം ഒരു 100-100ഓളം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ്. മലയാള സിനിമയിൽ നല്ല രീതിയിൽ പേരെടുത്ത ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരനാണ് പ്രേംകുമാർ. അദ്ദേഹം മലയാള ഫിലിം അക്കാദമിയുടെ ചെയർമാനായിട്ട് തുടരുകയായിരുന്നു. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ പ്രേംകുമാർ ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ് കേട്ടോ. അപ്പോൾ ഈ കഴക്കൂട്ടത്ത് ജംഗ്ഷനോട് അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഒരു സിറ്റിയുടെ സെൻട്രൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തിരക്കൊക്കെ ഒഴിഞ്ഞു. പണ്ട് ഇവിടെ ഈ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് എന്തോ തിരക്കാരെന്നറിയോ. കഴക്കൂട്ടം ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, ജ്യോതിസ് കിൻഡർ ഗാർഡൻ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ. അതായത് ഇവിടെ വലിയ ദൂരമില്ല. നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ കഴക്കൂട്ടം ജംഗ്ഷനിൽ ചെന്നെത്തും. പ്രേംകുമാർ ചേട്ടൻ ഈ അടുത്ത കാലം വരെയും മലയാള ഫിലിം അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയാണ് ചെയർമാനായിട്ടിരിക്കുന്നത്. കേസ്, അങ്ങനെ ഞാനിപ്പോൾ പ്രേംകുമാർ ചേട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ അദ്ദേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ പറയുന്നത് പോലുള്ളൊരു സംഭാഷണ ശൈലിയാണ്. ജസ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴക്കൂട്ടം ജംഗ്ഷൻ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും അടുത്ത്, ജംഗ്ഷൻ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ജനിച്ച വീടാണിത്. ഒരു പഴയ മോഡൽ സ്റ്റൈലിലുള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. കവികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചൂടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചു. വണ്ടി നിന്റെ അച്ഛൻ. അദ്ദേഹം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും ഞാനൊരു ശ്രമം നടത്തി നോക്കാം. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് നോക്കാം അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചു നോക്കാമല്ലോ. ആരെങ്കിലും ഉണ്ടാവും. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആളുണ്ടാവാറുണ്ടെന്ന് ഇവിടെ കടയിൽ തിരക്കിയപ്പോൾ മനസ്സിലായി. കേസ്, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഞാനിവിടെ വരുമ്പോഴേ ഈ ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനകത്ത് ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതിനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറി വല്ല ചോദിക്കായിരുന്നു. പക്ഷേ സംഭവം ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. എന്താണോ പട്ടി ഇത്? ചെകുത്താൻ കയറി വിടണം. തികഞ്ഞ ആർജവമുള്ള ഒരു മനുഷ്യൻ. മാഷിനെ മാത്രമാണ് മലയാള സഭയിൽ മാഷ് എന്ന് വിളിക്കുക. കിലോ 30 രൂപ ലാഭം. ഓറഞ്ചിനാ 32. അദ്ദേഹത്തിന്റെ വേറെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രേംകുമാർ ചേട്ടൻ ഇല്ല എന്നാണ് ഞാൻ ഇപ്പുറത്ത് കടയിൽ തിരക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ അദ്ദേഹത്തിനെ കാണാം.
പിന്നെ കുഴപ്പമില്ല, നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം വേറൊരു വണ്ടിയിൽ പുറത്ത് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഏതെങ്കിലും ടൈമിൽ അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം കണ്ട സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു പ്രത്യേക കാര്യം, റോഡിനേക്കാൾ നല്ല കറുത്ത കളർ ഇവിടുത്തെ പുഴയ്ക്കാണ്. സൈഡിൽ കൂടെ ഒഴുകി വരുന്ന ഒരു കനാലിൻ്റെ കളർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതാണ് റോഡ് എന്നറിയാൻ പോയി. അത്രയ്ക്കും കറുത്ത ഒരു കളറിൽ ഇങ്ങനെ അഴുക്ക് നിറഞ്ഞ് ഓടാണ്. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ ഉള്ള മനുഷ്യന്മാർ എങ്ങനെയാണാവോ ജീവിക്കുന്നത്? തിരുവനന്തപുരം സിറ്റി കഴക്കൂട്ടത്തിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ഭാഗമാണ്, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ തിയേറ്ററിലാണ്. ഇത് 2022 എടുത്ത ഫിലിം ഫെസ്റ്റിവലിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സുകളാണ്. അന്നത്തെ ആ പ്രോഗ്രാമിൽ ഞാൻ ഇവിടെ വെച്ചാണ് പ്രേംകുമാർ ചേട്ടനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു കലാകാരൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ടി.പി. മാധവൻ സാർ. ടി.പി. മാധവൻ സാറ് വളരെ വയ്യാതിരുന്ന സമയത്താണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ വരുന്നത്. ഏറെ കാലമായിട്ട് താമസിച്ച കൊട്ടാരക്കര ഗാന്ധി ഭവനിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. പ്രേംകുമാർ ചേട്ടനെ വിളിച്ച് അറിയിച്ചു എനിക്ക് ഈ പ്രോഗ്രാം ഒന്ന് കാണണമെന്ന്. അങ്ങനെ പ്രേംകുമാർ ചേട്ടൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചത്. പ്രേംകുമാർ ചേട്ടൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് തുടരുന്ന സമയത്ത് ഒരുപാട് പാവപ്പെട്ട കലാകാരന്മാരെ ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യ സ്നേഹിയാണ് പ്രേംകുമാർ ചേട്ടൻ. 2022 ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അദ്ദേഹം ചെയ്ത ഒരു വലിയ കാര്യം തന്നെയാണ്. പഴയ ഒരുപാട് കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാതെ ഗാന്ധി ഭവനിൽ ഒറ്റപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് വളരെ സന്തോഷം നൽകിയ ഒരു നിമിഷം തന്നെയായിരിക്കും. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ടി.പി. മാധവൻ സാറിനെ കാണുന്നതും ഈ ഒരു വേദിയിൽ വെച്ചാണ്.